ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, പിന്നെ ചെയ്യാം, അത് മറ്റൊരിക്കലാകട്ടെ. പക്ഷേ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, അനുഭവിച്ചറിയുവാൻ നമ്മളൊരിക്കലും പിന്നെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ആകട്ടെ എന്ന് പറയരുത്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 55-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഒരുപക്ഷെ സാഹചര്യങ്ങള്, വഴികള്, അവസ്ഥകള് നമുക്ക് പ്രതികൂലമായിരിക്കാം, ദുർഘടമായിരിക്കാം. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഹനങ്ങളില്, പ്രതികൂലത്തിന്റെ നടുവില് നമ്മെ തനിയെ വിടുന്ന ഒരു ദൈവമല്ല. അവിടുന്ന് കൂടെയുള്ളപ്പോൾ അവിടുത്തെ വഴികൾ നമുക്ക് അജ്ഞാതമാണെങ്കിലും ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്: അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. അവിടുന്ന് ഒരിക്കലും നമ്മളെ ലജ്ജിക്കാൻ ഇടവരുത്തുകയില്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിക്കപ്പെടുകയില്ല, നിന്റെ അനുഗ്രഹം നിന്നോട് കൂടെയുണ്ട്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ എന്ന്